നമസ്കാരം. പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ശുക്ര മാറ്റ ഫലമാണ് പറയുന്നത്. ഇപ്പോൾ വൃശ്ചികം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുക്രൻ 19/1/2024 ധനു രാശിയിലേക്ക് മാറുകയാണ്. അങ്ങനെ ധനു രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് ലോട്ടറി ഭാഗ്യവും അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരിക്കുന്ന രാശികളെക്കുറിച്ചും ലോട്ടറി ഭാഗ്യം കൈവരിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശുക്രൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിത്തരുന്ന ഒരു നല്ല ഗ്രഹമാണ്. ഈ ഗ്രഹം വൃശ്ചികം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൃശ്ചികം രാശിയിൽ നിന്ന് ധനു രാശിയിലേക്ക് മാറുമ്പോൾ പ്രധാനമായി ചില രാശികൾക്ക് കുറേ കാലമെങ്കിലും, അതായത് ഏതാണ്ട് ഒരു മാസക്കാലം ധനു രാശിയിൽ തന്നെ സഞ്ചരിക്കുക. അതായത് അടുത്ത മാസം 11-ാം തീയതി വരെ ധനുവിൽ തന്നെ സഞ്ചരിക്കുകയാണ്. ആ ഒരു മാസക്കാലത്തിലെങ്കിലും നമുക്ക് സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം, ചിലർക്ക് വീട് വാങ്ങാനുള്ള ഭാഗ്യം, ചിലർക്ക് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം, നമ്മുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ഒരു വർഷമല്ല, 6 മാസമല്ല, അല്ലെങ്കിൽ 3 മാസമല്ല, ഒരു മാസമായാലും ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും അവസരം വന്നു ചേരുന്നു. അങ്ങനെ ശുക്രമാറ്റത്താൽ ഏതൊക്കെ രാശികൾക്കാണ് സൗഭാഗ്യങ്ങൾ വരിക, ഏതൊക്കെ രാശികൾക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക, ആ രാശികളെക്കുറിച്ചാണ് പറയുന്നത്. ശുക്രമാറ്റത്താൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന, അതുപോലെ ലോട്ടറി ഭാഗ്യം നേടുന്ന ആദ്യത്തെ രാശി എന്നത് മേടം രാശിയാണ്. മേടം രാശിക്ക് എല്ലാം കൊണ്ടും നല്ല കാലമാണ്. രാശിയിൽ തന്നെ ഗുരു സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ 12-ൽ രാഹു സഞ്ചരിക്കുകയും അതുപോലെ ലാഭസ്ഥാനത്ത് ശനി ഭഗവാൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലമാണ്. എല്ലാ വിധത്തിലും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കാലമാണ്. കൂടുതൽ ധനലാഭം എല്ലാ തരത്തിലും കൈവരിക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് നല്ലൊരു സംസർഗം ലഭിക്കുകയും അതുപോലെ കുടുംബത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം കൈവരിക്കുന്ന ഒരു കാലമാണ്. അടുത്ത രാശി ഇടവം രാശി. ഇടവം രാശിക്ക് വീട് വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരുന്നു. ചിലർക്ക് പ്രേമ വിവാഹമൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം ഈ കാലത്ത് വന്നു ചേരുന്നതാണ്. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്ക് പൂർവ്വ പുണ്യസ്ഥാനമായ 5-ൽ ശുക്രൻ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാ വിധത്തിലും ധനലാഭം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുടെ സഹായം
ലഭിക്കുന്നതാണ്. അതുപോലെ ഗുരു തുല്യരായിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൈവരുന്നു. അതുപോലെ പുത്ര സൗഭാഗ്യം കൈവരുന്നതാണ്. എല്ലാം കൊണ്ടും ഗുരു 5-ൽ പ്രവേശിക്കുന്ന സമയത്ത് സകലവിധ സൗഭാഗ്യങ്ങളും, പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് ലോട്ടറി ഭാഗ്യം കൈവരിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നു. അടുത്ത രാശി കന്നി രാശിയാണ്. കന്നി രാശിക്ക് ജനപിന്തുണ ലഭിക്കുന്ന ഒരു കാലമാണ്. അവരുടെ പ്രതാപ ശേഷി കൈവരിക്കുന്ന ഒരു കാലമാണ്. ബന്ധുക്കളിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അത് മാത്രമല്ല, പേര് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലം കൂടെയാണ് കന്നി രാശിക്കാർക്ക്. കന്നി രാശിക്കാർക്കും ലോട്ടറി ഭാഗ്യം കൈവരുന്നതാണ്. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിക്ക് 3-ൽ ശുക്രൻ പ്രവേശിക്കുന്ന ഒരു കാലമാണ്. 3-ൽ ശുക്രൻ പ്രവേശിക്കുമ്പോൾ പ്രധാനമായി ഇവർക്ക് സ്ഥാന ലാഭം, ധനലാഭം, അഭിമാനം, അതുപോലെ തന്നെ ജനങ്ങളാൽ ആദരിക്കപ്പെടുക, അതുപോലെ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കുക, ചിലർക്ക് പുത്ര സൗഭാഗ്യം കൈവരിക്കുവാനുള്ള ഭാഗ്യം, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം, സന്തോഷകരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് തുലാം രാശിക്കാർക്ക്. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് 4-ൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലം എങ്കിൽ പോലും ഇവർക്ക് രാജയോഗം കൈവരിക്കുന്ന ഒരു കാലമാണ്. എല്ലാവിധത്തിലും സുഖസൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും വ്യവസായം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ധനലാഭം കൈവരിക്കുന്ന ഒരു കാലം. അതുമാത്രമല്ല, ഈ രാശിക്കാർക്ക് ഈ കുറഞ്ഞ കാലയളവിലെങ്കിലും പൊതുസമൂഹത്തിൽ ഒരു ആദരവ് ലഭിക്കുന്ന കാലമാണ്. അതുമാത്രമല്ല, കുടുംബത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് ചിലർക്ക് ലോട്ടറി ഭാഗ്യം കൈവരുന്ന ഒരു കാലമാണ് ഈ ശുക്രമാറ്റത്താൽ ഈ രാശിക്കാർക്ക് വന്ന് ചേരുക. അടുത്ത രാശി ധനു രാശിയാണ്. ധനു രാശിക്ക് സ്വന്തം രാശിയിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് ഇഷ്ടഭക്ഷണ സമൃദ്ധി, ചിലർക്ക് പ്രേമ സാഫല്യം കൈവരുന്ന ഒരു കാലമാണ്. കുടുംബ സൗഖ്യം, അതുപോലെ തന്നെ ഇഷ്ട വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യം, ശയനസുഖം എന്നിവയാണ് ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ധനു രാശിക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അടുത്ത രാശി മകരം രാശിയാണ്. മകരം രാശിയുടെ 12-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലും ധനലാഭം കൈവരിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനുള്ള ഭാഗ്യം കൈവരുന്നു. അതുപോലെ ധനധാന്യ സമൃദ്ധി കൈവരിക്കുന്ന ഒരു കാലമാണ് മകരം രാശിക്ക്. അടുത്ത രാശി കുംഭം രാശിയാണ്. കുംഭം രാശിയുടെ ലാഭസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക്
പ്രത്യേകിച്ച് ഇഷ്ടഭക്ഷണ സമൃദ്ധി, എല്ലാ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ധനലാഭം കൈവരിക്കാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതുമാത്രമല്ല, ബന്ധുക്കളിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ്. ധനധാന്യ സമൃദ്ധി കൈവരിക്കുന്ന ഒരു കാലമാണ്. ഈ രാശിയിൽപ്പെടുന്ന ചിലർക്ക് ലോട്ടറി ഭാഗ്യം കൈവരുന്ന ഒരു കാലമാണ്. ശുക്ര മാറ്റത്താൽ എല്ലാ രാശികൾക്കും സകലവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ലൈക്കും ഷെയറും ആവശ്യമാണ്. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.